നമസ്കാരം. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അപരന്മാരുമടക്കം 14 പേരാണ് മത്സര രംഗത്തുള്ളത്. PV അൻവറിന്റെ ഒരു പത്രിക ഉൾപ്പെടെ 7 പേരുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. തൃണമൂൽ സ്ഥാനാർത്ഥിയായി PV അൻവറിന് മത്സരിക്കാൻ കഴിയില്ല. സ്വതന്ത്രനായി വീണ്ടും നിലമ്പൂരിന്റെ അങ്കത്തട്ടിലേക്ക് PV അൻവർ എത്തും. ചില ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടെന്നും സ്വതന്ത്രനെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥി തന്നെയാണ് അൻവർ എന്നതുമാണ് തൃണമൂൽ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. നിലമ്പൂരിലേത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് എന്നാണ് പ്രതിപക്ഷ നേതാവ് 24-നോട് പറഞ്ഞത്. പോരാട്ടം LDFും UDFും തമ്മിൽ ആവർത്തിക്കുകയാണ് ഇരു മുന്നണികളും. ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങുന്ന നിലമ്പൂരിന്റെ നിലവിലെ സാഹചര്യം വിശദമായി പരിശോധിക്കുകയാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ്. സ്വാഗതം പ്രേക്ഷകർക്ക്. തിരികെ ന്യൂസ് ഈവനിംഗിലേക്ക്. നിലമ്പൂരിലെ നെഞ്ചെടുപ്പാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. കോൺഗ്രസ് പ്രതിനിധി ശ്രീ VR അനൂപ്, സജി മഞ്ഞക്കടമ്പിൽ TMC പ്രതിനിധി ശ്രീ സുധി ഉപ്പട, BJP പ്രതിനിധി, ഒപ്പം ഇടതു നിരീക്ഷകൻ ശ്രീ M ജയചന്ദ്രൻ എന്നിവരാണ് നമുക്കൊപ്പം അതിഥികളായി. ആദ്യം ഞാൻ പോകുന്നത് ശ്രീ സജി മഞ്ഞക്കടമ്പിലേക്കാണ്. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ, ഇപ്പോൾ ഒരു പത്രിക തള്ളിയിരിക്കുകയാണ്. അത് TMC സ്ഥാനാർത്ഥിയായി അദ്ദേഹം സമർപ്പിച്ച പത്രികയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു തിരിച്ചടി തന്നെയല്ലേ? കാരണം TMCയുടെ ലേബലിൽ മത്സരിക്കുക എന്ന് പറയുമ്പോൾ അത് മറ്റൊരു ഇമേജ് നൽകുന്ന ഒന്നാണല്ലോ. അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരർത്ഥത്തിൽ ഒരു തിരിച്ചടി തന്നെയല്ലേ സജി? അല്ല, അതൊരു തിരിച്ചടിയുമല്ല. നമുക്കറിയാം, തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ശ്രീ PV അൻവർ അദ്ദേഹം മത്സരിക്കാൻ 2 ദിവസം മുതൽ 3 ദിവസം മുമ്പ് പെട്ടെന്ന് തീരുമാനമെടുത്തത്. അപ്പം തൃണമൂൽ കോൺഗ്രസ് ദേശീയ കക്ഷിയാണ്, 2016 ദേശീയ രാഷ്ട്രീയ പാർട്ടിയായതാണ്. പക്ഷേ അത് കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷന് അതിൻ്റെ കത്ത് നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു, 3 ദിവസം മുമ്പ് കൊടുക്കേണ്ടതായിരുന്നു. അത് കൊടുക്കാൻ സാധിക്കാത്തത് നമ്മൾ മത്സരിക്കാനുള്ള തീരുമാനം അവസാനം വരെ UDF നേതാക്കന്മാർ ചർച്ച നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ മത്സരിക്കേണ്ട എന്ന് തന്നെയായിരുന്നു തീരുമാനം. പക്ഷേ UDF പൂർണ്ണമായും അവഗണിച്ചപ്പോൾ സ്വാഭാവികമായും അല്ലെങ്കിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തത് AITC നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വം വിവരം അറിയിച്ചു. അവർ കത്ത് കൊടുത്തു. പക്ഷേ അത് 2 ദിവസം വൈകിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട PV അൻവർ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ തൃണമൂൽ കോൺഗ്രസ്സായി മത്സരിക്കാനാണ് അല്ലെങ്കിൽ നോമിനേഷൻ കൊടുക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അതിന് തടസ്സമുണ്ടായാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പാർട്ടിയോ ചിഹ്നമോ ഒന്നും അതിനോട് പ്രധാനം. PV അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, അദ്ദേഹത്തെ നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇപ്പോൾ UDFും ഒരേപോലെ അദ്ദേഹത്തെ വഞ്ചിച്ചിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് 9 വർഷക്കാലം MLA ആയിരുന്ന അദ്ദേഹം ആ നിയോജകമണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, വന്യമൃഗ ആക്രമണം തടയുന്നതിന് വേണ്ടി നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ മുന്നണിയിൽ നിന്നുകൊണ്ട് പരിഹരിക്കാൻ ആവശ്യപ്പെട്ടു. അതൊന്നും ചെവിക്കൊള്ളാൻ ഗവൺമെൻറ് തയ്യാറായില്ല. അങ്ങനെ വന്നപ്പോൾ ആ സർക്കാരിൻ്റെ ദുഷ്ചെയ്തികൾ തുറന്നു കാട്ടാൻ, അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ ദുർഭരണം തുറന്നു കാട്ടാൻ ആ MLA സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഇറങ്ങി വരികയായിരുന്നു. UDFനെ ശക്തിപ്പെടുത്തി UDFിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പിണറായി സത്തിനെതിരെ പോരാടാൻ ഇറങ്ങി വന്ന പ്രിയപ്പെട്ട PV അൻവറിനെ UDF നേതൃത്വം, മുഴുവൻ ആളുകളല്ല ചില ആളുകൾ, അദ്ദേഹത്തെ അപമാനിക്കുകയുണ്ട്. അദ്ദേഹത്തിൽ നിന്നും കത്ത് എഴുതി വാങ്ങിച്ചു, നമുക്കറിയാം, അപേക്ഷ എഴുതി വാങ്ങിച്ചു. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും UDFിനെ എടുക്കണമെങ്കിൽ ആ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമായി അങ്ങ് എടുത്താൽ മതി. അതിന് അപേക്ഷ എഴുതി വാങ്ങിച്ചു. അതിനുശേഷം നേതാക്കളെ എല്ലാം പോയി കാണാൻ പറഞ്ഞു, എല്ലാവരെയും പോയി കണ്ടു. UDFിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. അതിനുശേഷവും ഞാൻ പറഞ്ഞല്ലോ, UDF നേതൃത്വം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അതിന് ചുമതല നൽകി അതേ PV അൻവറിനെ മുന്നിലേക്ക് എടുക്കാൻ. പക്ഷേ പ്രതിപക്ഷ നേതാവ് സമയത്ത് അത് പ്രഖ്യാപിച്ചില്ല. എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം പ്രഖ്യാപിക്കാതെ ഇരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തെ അസോസിയേറ്റ് അംഗമായി എടുക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്താതെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ശ്രീ PV അൻവറിനെ വിളിച്ചിട്ട് താങ്കളെ അസോസിയേറ്റ് അംഗം ആക്കിയിട്ടുണ്ട്, സ്ഥാനാർത്ഥി ഇനിയാളാണ്, ഷൗക്കത്താണ്, ഷൗക്കത്തിനെ വിജയിപ്പിക്കാൻ സഹകരിക്കണമെന്ന് പോലും പറയാതെ അദ്ദേഹം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ UDFിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു കക്ഷി എന്ന നിലയിൽ ശ്രീ PV അൻവർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് പിന്നെ അങ്ങോട്ട് പിന്നെ ക്ഷമ പറയണം, കാല് പിടിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ ക്ഷമ പറയാനും കാല് പിടിക്കാനുമുള്ള ഒരു തെറ്റും PV അൻവർ ചെയ്യാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടും, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ടർമാരുടെയും വോട്ട് സമാഹരിക്കാനുള്ള ഒരു സാധ്യത കൂടാതെ അതുകൊണ്ട് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ശരി, ഇപ്പോൾ താങ്കൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇത് ഒരു ചിഹ്നം എന്നൊക്കെയുള്ളതൊന്നും അല്ല പ്രധാനം, വ്യക്തിയാണ് ഇവിടെ പ്രധാനം.
PV അൻവർ എന്ന വ്യക്തി, അദ്ദേഹം ഉയർത്തുന്ന വിഷയങ്ങൾ അത് തന്നെയാണ് പ്രധാനം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം UDF പ്രവേശത്തിന് വേണ്ടി ഇത്രയധികം കാത്തിരുന്നത്? ഒരർത്ഥത്തിൽ വീണ്ടും വീണ്ടും അദ്ദേഹം വാർത്താ സമ്മേളനം പോലും മാറ്റിവെച്ചുകൊണ്ടുള്ളൊരു കാത്തിരിപ്പിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കുള്ള പോരാട്ടം എന്തുകൊണ്ട് അതിനെക്കുറിച്ച് തുടക്കത്തിൽ ചിന്തിച്ചില്ല? അല്ല ഒറ്റയ്ക്കുള്ള പോരാട്ടം അദ്ദേഹം നടത്തിക്കൊണ്ട് അദ്ദേഹം ഇറങ്ങിയപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം UDF നേതാക്കന്മാർ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കല്ല പിണറായി വിജയനെതിരെ പോരാടുന്നത്, ഒന്നിച്ചു നിന്ന് പോരാടണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ UDF-ലേക്ക് ക്ഷണിക്കുകയും UDF-ലേക്ക് വരണമെന്നും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം UDF-ന്റെ ഭാഗമാകാൻ തീരുമാനിച്ചത്. പക്ഷേ അത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഇവിടുത്തെ UDF-ന്റെ സംസ്ഥാന നേതൃത്വത്തിന് അത് വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. ഞാൻ സൂചിപ്പിക്കാം, നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ എത്രയോ UDF നേതാക്കന്മാരുണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിരുന്നു. ശ്രീ K കരുണാകരൻ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, K കരുണാകരനെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ച് ആക്രമിച്ച നേതാവായിരുന്നു MV രാഘവൻ. അദ്ദേഹം CPM-ന്റെ ഒരു വൻ വടവൃക്ഷമായിരുന്നുവെങ്കിൽ ആ CPM-ന്റെ വഴിവിട്ട പോക്കിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം CPM-ൽ നിന്ന് രാജിവെച്ചിറങ്ങി വന്നപ്പോൾ ശ്രീ K കരുണാകരൻ എന്താ ഇത്? അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം മുൻവൈരാഗ്യമൊന്നും കാത്തു സൂക്ഷിച്ചില്ല. അദ്ദേഹത്തെ കൈപിടിച്ച് UDF-ന്റെ ഭാഗമാക്കി, അദ്ദേഹത്തെ മത്സരിപ്പിച്ചു, അദ്ദേഹത്തെ ജയിപ്പിച്ചു, മന്ത്രിയാക്കി. കേരളത്തിലെ CPM-നെ തകർക്കുവാൻ, CPM-നെതിരെയുള്ള അല്ലെങ്കിൽ ശബ്ദിക്കുവാൻ ശബ്ദമായി ശ്രീ MV രാഘവനെ വളർത്തിക്കൊണ്ടുവന്നതുപോലെ ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ ഇവിടെ ശ്രീ PV അൻവർ CPM-നെതിരെ യുദ്ധം ചെയ്തിറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട്, അദ്ദേഹത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, അദ്ദേഹത്തെ UDF-ന്റെ ഭാഗമാക്കാനുള്ള ബുദ്ധിയും ശക്തിയും ശേഷിയും ക്ഷേമശിയുമുള്ള നേതാക്കന്മാർ ഇപ്പോൾ UDF-ന്റെ തലപ്പത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, UDF-ന്റെ നേതൃത്വത്തിലാകട്ടെ, KPCC-ന്റെ നേതൃത്വത്തിലാവട്ടെ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, കുറെ അമൂൽ ബോയിമാരാണ് ഇത് നിയന്ത്രിക്കുന്നത്. അതാണ് കുഴപ്പം. പക്വതയുള്ള നേതാക്കന്മാരില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ഇവിടെ UDF-ൽ പല കാലത്തും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. UDF-ൽ എത്ര വലിയ പ്രശ്നം ഉണ്ടായെങ്കിലും UDF-ന്റെ സീനിയർ നേതാക്കന്മാരായ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും പ്രിയപ്പെട്ട KM മാണി സാറും ഒന്നിച്ചിരിക്കും. അതിനുശേഷം ഉമ്മൻചാണ്ടി സാറിനെ കാണും. അദ്ദേഹത്തെ കാണുമ്പോൾ ആ വിഷയങ്ങൾ പരിഹരിക്കുമായിരുന്നു. വളരെ സ്മൂത്തായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അതേപോലെ അങ്ങനെ ഒരു സിസ്റ്റം UDF-ൽ ഇല്ലാത്തതിന്റെ ഒരു നിരാശയുണ്ട് നിലവിൽ, അല്ലേ? അങ്ങനെ ഒരു സിസ്റ്റം UDF-ൽ ഇല്ലാത്തതിന്റെ നിരാശയുണ്ട്. അല്ല, യാതൊരു നിരാശയുമില്ല. അല്ല, ഞങ്ങൾക്കൊരു നിരാശയുമില്ല. ഇനിയിപ്പോൾ അത് അവർക്ക് UDF വേണ്ട വിധം, ഞാൻ പറഞ്ഞല്ലോ, PV അൻവറെ ഉൾപ്പെടുത്തുവാൻ. ഞാൻ പറഞ്ഞു PV അൻവറെ സംബന്ധിച്ച് അദ്ദേഹം CPM-ൽ ഇറങ്ങി വന്ന് UDF-ൽ ചേരാൻ ആഗ്രഹിച്ചു. ഇനി അദ്ദേഹത്തിന്റെ വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി തിരുത്തി അദ്ദേഹത്തെ കൂടെ നിർത്തുവാനുള്ള ബാധ്യതയും ഇവിടെ UDF-നുണ്ടായിരുന്നു. ശരി, ഇപ്പോൾ KPCC അധ്യക്ഷൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിനുശേഷം ചർച്ചയിലേക്ക് വേഗം തന്നെ അതാണിപ്പോൾ സണ്ണി ജോസഫിന്റെ വിശദീകരണം. നമ്മൾ തിരികെ ചർച്ചയിലേക്ക് പോവുകയാണ്. ശ്രീ M ജയചന്ദ്രൻ, അങ്ങനെ ഇപ്പോൾ ഇന്നലെ KC വേണുഗോപാലാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ചർച്ച ചെയ്ത ഒരു വിഷയം അത് വീണ്ടും ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരല്പം അപ്രതീക്ഷിതമാണ് എന്ന് തോന്നുന്നു. ഒരഭിമുഖം, അതിൽ ഇതിനോടകം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ വിശദീകരണം വന്നു കഴിഞ്ഞതാണ്. ആ വിഷയം ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് അത് മലപ്പുറത്തോട് കാണിച്ച ചതിപ്രയോഗമാണ്, മുഖ്യമന്ത്രി കാട്ടിയ ചതിപ്രയോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് ആശങ്കയുണ്ടോ? എന്തിനാണ് ആശങ്കയുടെ പ്രശ്നം? തിരിച്ചങ്ങോട്ടൊരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ ചോദ്യമൊന്നും ചോദിക്കുന്നത് അതിന്റെ ആവശ്യമില്ല, സംശയം മാത്രം. ഇപ്പോ ശ്രീ സണ്ണി ജോസഫ് MLA PCC പ്രസിഡന്റ് പറഞ്ഞതിനെ സംബന്ധിച്ച് എന്താണ് മലപ്പുറം ജില്ലയിൽ തന്നെ ആസ്ഥാനമായിട്ടുള്ള കൊടപ്പനക്കൽ തറവാടിന്റെ പണക്കാട് തങ്ങൾമാരുടെ പ്രതികരണം എന്താണ്? അവർ പറയട്ടെ. മലപ്പുറം ജില്ലയെ അങ്ങനെ മോശക്കാരാക്കി മുഖ്യമന്ത്രി, സർക്കാർ എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ പണക്കാട് തങ്ങന്മാർ പറയട്ടെന്നേ. ഇനി അടുത്ത നിമിഷം മുതൽ ആ ചർച്ച വരും. പറയട്ടവർ. അല്ലാതെ KC വേണുഗോപാൽ മറ്റൊന്നും ഇല്ലാത്തപ്പോ ഇതെടുത്ത് ഇട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. പക്ഷെ അതൊരു ചർച്ചാ വിഷയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രതീക്ഷിച്ച ഒരു കാര്യമല്ലല്ലോ. ഇത് ആ സമയത്ത് തന്നെ, ഇപ്പോൾ ഒക്ടോബറിലൊക്കെ ഉണ്ടായ ഒരു സംഭവമാണിത്. അതിനുശേഷം ഇതിൽ വിശദീകരണം വന്നതാണ്, പത്രത്തിന്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം വന്നതാണ്. അതെല്ലാം കഴിഞ്ഞിട്ടും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. അല്ല, ഇത് വരില്ല എന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ അനുജ? അങ്ങനെ കരുതുകയേ വേണ്ട. ഈ കഴിഞ്ഞ 4 വർഷത്തെ മാത്രമല്ല, കഴിഞ്ഞ 9 വർഷത്തെ കാര്യങ്ങളും ഇവർ ഏത് തെരഞ്ഞെടുപ്പിലും എടുത്ത് ഉപയോഗിക്കും എന്ന് തന്നെയാണ് ഇടതുപക്ഷം കരുതുന്നത്. അക്കാര്യത്തിൽ നിന്നും യാതൊരു അവ്യക്തതയുമില്ല.
അവർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര ആവർത്തി വ്യക്തത വരുത്താൻ ശ്രമിച്ചാലും ശരി, അതിൽ അവ്യക്തതയുണ്ട്, ഇത് മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചു എന്ന് തന്നെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അത് സംബന്ധിച്ച് അന്തിമമായ നിലപാട് പറയേണ്ടത് കൊടപ്പനക്കൽ തറവാടാണ്. മുസ്ലിം ലീഗിന്റെ ആധ്യാത്മിക കേന്ദ്രവും രാഷ്ട്രീയ നേതൃത്വവുമാണല്ലോ. രണ്ടും ഒരുപോലെ നിൽക്കുന്ന ഒരു തറവാടാണല്ലോ കൊടപ്പനക്കൽ തറവാട്. അവർ പറയട്ടെ, പാണക്കാട് തങ്ങന്മാർ പറയട്ടെ, എന്താണ് ഇത് പിന്നെ വാസ്തവ വിരുദ്ധമാണോ, വേണുഗോപാൽ പറയുന്നതാണോ ശരി, അതോ മുഖ്യമന്ത്രിക്ക് വിശദീകരണമാണോ ശരി, അതോ കരിപ്പൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ള വസ്തുതകളാണോ ശരി എന്നുള്ള അവർ പറയണം. ഇപ്പൊ ഈ പാനലിലേക്ക് ആരെങ്കിലും ഞങ്ങളുടെ നിലപാടാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ അവർ പറയണമെന്നാ പറയുന്നത്. അല്ലെങ്കിൽ ഇ ടി ഉണ്ട് ഇല്ലേ, ഏറ്റവും മുതിർന്ന എം പി ആണല്ലോ ഇ ടി. സമദാനിയുണ്ട്, മുതിർന്ന, അതുപോലെ അത്രയും സീനിയർ അല്ലെങ്കിലും സീനിയർ എം പി തന്നെയാണല്ലോ ശ്രീ സമദാനിയും. ഇപ്പൊ ഇവരെ പോലുള്ള ആൾക്കാർ, മലപ്പുറത്തിന്റെ ഭാഗധേയമായിട്ട് നിൽക്കുന്നവർ, ഏറ്റവും കൂടുതൽ ജനസ്വാധീനവും അംഗീകാരവുമുള്ള വലിയൊരു തറവാട്, അവർ പറയട്ടെ, വ്യക്തത വരുത്തട്ടെ. എന്നിട്ട് പിന്നെ ഗവൺമെന്റ് പറയണം, മുഖ്യമന്ത്രി പറയണം എന്നൊക്കെ കെ സി വേണുഗോപാൽ പറയുന്നതിൽ അർത്ഥമുണ്ട്. അതാണല്ലോ അതിന്റെ വസ്തുതയിലേക്ക് വരുമ്പോൾ അതാണല്ലോ. അല്ലാതെ ഹിന്ദു പത്രം എന്ത് പറഞ്ഞു, ഞാനിത് കാണിക്കാം എന്ത്, ഇപ്പോഴും പബ്ലിക് ഡൊമൈനിൽ പരസ്യമായി കിടക്കുന്ന കാര്യങ്ങൾ തന്നെയാണെന്നേ. അതിന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്, വിശദമായി 1 മണിക്കൂർ, പിന്നെ 5 മിനിറ്റും 10 മിനിറ്റും അല്ല, 1 മണിക്കൂറാണ് വാർത്താ സമ്മേളനം നടത്തിയത് അല്ലേ. അതും ഇപ്പോഴും ഉണ്ടല്ലോ, പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ, ആ മറുപടി ഉണ്ടല്ലോ. അതും നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. കമ്പോട് കമ്പ് ചർച്ച ചെയ്യാം, ഒരു തർക്കവുമില്ല. പക്ഷേ മലപ്പുറത്ത് നിന്ന് സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ PCC പ്രസിഡന്റ് പറയുമ്പോൾ നിശ്ചയമായും അത് പറയാൻ, ഉദ്ധരിക്കാൻ അർഹതപ്പെട്ടവരും അവകാശമുള്ളവരും ഏറ്റവും കൂടുതൽ മലപ്പുറത്തെ ജനങ്ങൾ വിലമതിക്കുന്ന പിന്നെ ആൾക്കാരുമായ പാണക്കാട് തങ്ങൾ കുടുംബമാണ് ഒന്ന്. 2, ഈ ടീം സമദാന്യം അടക്കമുള്ള MP മാരുണ്ട്. അവർ അക്കാര്യത്തിൽ നിലപാട് പറയട്ടെ. എന്നിട്ട് അത് സംബന്ധിച്ച് ബാക്കി ഡിസ്കഷൻ വേണമെങ്കിൽ അങ്ങനെ ആകാം എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അനുജ, ഈ ഇതിന്റെ കാര്യത്തിൽ, പിന്നെ അൻവറിന്റെ കാര്യത്തിൽ ആത്മവഞ്ചന, ഇത്രയധികം ആത്മവഞ്ചന നടത്തുന്ന മറ്റു രാഷ്ട്രീയ നേതാക്കൾ ഇല്ല കേട്ടോ. കാരണം 2023 പിന്നെ നവംബർ 10-ന് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ പാർട്ടി പദവി അംഗീകാരം ക്യാൻസൽ ചെയ്തതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. 2023 ഓർക്കണം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ 2 വർഷമായി. ഏപ്രിൽ 10-ന് 2023 ഏപ്രിൽ 10-ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ പാർട്ടി അംഗീകാരം റദ്ദാക്കിയതാണ്. ഇത് കെ സി വേണുഗോപാലിന് നന്നായിട്ടറിയാം, രമേശ് ചെന്നിത്തലയ്ക്ക് അതിൽ നന്നായിട്ടറിയാം, ഇ ടിക്കും സമദാനിക്കും ഒക്കെ അറിയാം. പിന്നെ ഇവർക്കൊക്കെ അറിയാൻ വയ്യാത്ത കാര്യമൊന്നുമില്ല. അത് ഇവർക്കൊക്കെ ഈ കാര്യം അറിയാവുന്നത് അൻവറിനും അറിയാം. പക്ഷെ അവരാരും മിണ്ടാൻ വന്നില്ലല്ലോ, മിണ്ടേണ്ട കാര്യമില്ലെന്ന്. ഇത് നോൺസെൻസ് ആണ് ഈ സാധനം എന്നുള്ളത് ഇപ്പൊ തന്നെ വ്യക്തത വന്നല്ലോ. എന്നിട്ടാണ് ഈ ആത്മോചന ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ദേശീയ പാർട്ടി പദവി ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ നോമിനേഷൻ കൊടുക്കുക. എന്നിട്ട് ഇപ്പൊ മഞ്ഞക്കടമ്പിൽ പറഞ്ഞ എന്താണ്, 2-3 ദിവസം മുമ്പ് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. എത്ര മോശപ്പെട്ട പ്രതികരണമാണ് ഈ ദേശീയ നേതൃത്വത്തിന്റെ വിശദീകരണം കൂടിയാണ് ശ്രീ എം ജയചന്ദ്രൻ. അത് ദേശീയ നേതൃത്വത്തിന്റെ വിശദീകരണം കൂടിയാണ്. അതായത് TMC ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ നമ്മൾക്ക് ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണവും അങ്ങനെ തന്നെയാണ്. ഒരു കത്ത് കൊടുക്കേണ്ടിയിരുന്നു ആ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്, ചിഹ്നം അനുവദിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് നേരത്തെ ചെയ്യേണ്ടുന്നതാണ്. ഇവിടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ, അതായത് മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായല്ലോ. വൈകിയാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് അങ്ങനെ ഒരു കത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതൊരു കാരണമായിട്ടുണ്ട് എന്നുള്ള ദേശീയ നേതൃത്വത്തിന്റെ വിശദീകരണമാണ്. അതാണ് അദ്ദേഹം കോട്ട് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞ അതാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് ദേശീയ പാർട്ടി അംഗീകാരം 2 വർഷം മുമ്പ് നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇലക്ഷൻ കമ്മീഷന് കത്ത് കൊടുക്കാതിരുന്നാണ് തെറ്റിപ്പോയതെന്ന് അവർ പ്രസ്താവന ഇറക്കിയാൽ, സ്റ്റേറ്റ്മെന്റ് തന്നാൽ അല്ല, അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ചിഹ്നത്തിൽ മത്സരിക്കണം എന്നുള്ള ആ തീരുമാനം അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട്. അതിന് കത്ത് നൽകാൻ വൈകിപ്പോയി എന്നതാണ് അവർ പറയുന്നത്. ഇത് ഞാൻ ചോദിച്ചത് അത് തന്നെയാണ് ആവർത്തിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഈ നാഷണൽ പാർട്ടി എന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് കഴിയുക? ഞങ്ങളുടെ വിഷമിക്കാതെ അത് താങ്കളുടെ സമയത്ത് താങ്കൾ പറയൂ. ഞാനിപ്പോ ആങ്കറുടെ ചോദ്യമല്ല മറുപടി പറയാം. താങ്കൾ മിണ്ടാതിരിക്കൂ ദയവായി. നാഷണൽ പാർട്ടി എന്നുള്ള സ്റ്റാറ്റസ് ക്യാൻസൽ ചെയ്തത് നിങ്ങൾ ഇവിടുന്ന് രാഷ്ട്രീയം പറയേ, നിങ്ങൾ ഇടത് രാഷ്ട്രീയം പറയൂ. നിങ്ങൾ ഞങ്ങൾ ഏതെങ്കിലും ചിലത്തിൽ മത്സരിക്കാതിരിക്കോ, ഞങ്ങളുടെ സൗകര്യം അത്. നിങ്ങളല്ല ഈ ഡിസ്കഷൻ തീരുമാനിക്കാൻ നിങ്ങളല്ല, ആങ്കറാണ്. ആങ്കറുടെ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയാൻ ബാധ്യത, നിങ്ങളുടെ ചോദ്യത്തിനല്ല. അതാദ്യം മനസ്സിലാക്കണം. എന്നിട്ട് വേണം ചർച്ച വന്നിരിക്കാൻ കേട്ടോ. അത് ആങ്കറോട് നിങ്ങൾ പറയേണ്ട, ആങ്കറോട് പറയണം, എന്നോടല്ല പറയേണ്ടത്. ആ ഒരു മാന്യത മര്യാദ നിങ്ങളും ഞാനും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ചെയ്യൂ ആദ്യം.
അപ്പൊ ഞാൻ പറഞ്ഞ അനുജ അതാണ്. ഇത്രയൊക്കെ മാന്യത മര്യാദ പ്രതീക്ഷിച്ചാൽ മതി. ശരി ശരി ശരി. അല്ല, അതിനെ പറ്റി ഇടമല്ല. ഒരു പബ്ലിക് ഫോറം ആയിട്ടിരിക്കുന്ന ചാനലിലെ ചർച്ചാവേദി എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങളുടെ മാന്യത മര്യാദ നിലവാരം അതാണെന്നുണ്ടെങ്കിൽ അവരോട് പോയി പറയണം, എന്നോട് പറയണ്ട. ശരി, മനസ്സിലായില്ലേ? ശരി. ശ്രീ വി ആർ അനൂപ്, ഞാൻ നിങ്ങൾ രണ്ടുപേരിലേക്കും എത്താം. ശ്രീ വി ആർ അനൂപ്, ഇവിടെ ഇപ്പോൾ ഈ പി വി അൻവർ അദ്ദേഹം ഇനിയൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കളത്തിലേക്ക് ഇറങ്ങുകയാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഏറ്റവും ഒടുവിലായും പറയുന്ന ഒരു കാര്യമുണ്ട്, ചിഹ്നത്തിലും ഒന്നുമല്ല പ്രശ്നം, താൻ ഉന്നയിക്കുന്ന വിഷയം എന്തോ അതാണ്. അത് അദ്ദേഹം പറയുന്നത് ഇപ്പോഴും പിണറായിസത്തിനെതിരായ പോരാട്ടം ആണ് എന്നുള്ളതാണ്. നിങ്ങളും ഈ സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം ചൂണ്ടിക്കാട്ടി തന്നെയാണ് പ്രചാരണ രംഗത്തുള്ളത്. അങ്ങനെയെങ്കിൽ ഒരുമിച്ച് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലത് ആകുമായിരുന്നില്ലേ എന്ന ചോദ്യം അവിടെ പ്രസക്തമല്ലേ? ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തു പോവുക എന്ന് പറയുമ്പോൾ അതാർക്കാണ് ഗുണം ചെയ്യുക? ശ്രീ അനൂപ്, ആ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുക. അത്തരം ഒരു ആശങ്കയുമില്ല. ഞങ്ങളുടെ നിലപാട് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഇലക്ഷൻ കൺവെൻഷനിൽ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അസന്നിഗ്ധമായി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് പ്രസംഗിച്ചിട്ട് പോയി, ഇവിടെ വാര്യംകുന്നനെ ചതിച്ച നാടാണ്, ചതിക്കിച്ച ആളുകൾ ഇവിടെ ഉണ്ട് എന്ന്. ഇവിടെ ഏറ്റവും വലിയ മലപ്പുറം ജില്ല, വാര്യംകുന്നൻ പ്രവർത്തിച്ചിരുന്ന ഭൂപ്രദേശം ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയെ നിരന്തരം ചതിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനാ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചതി പ്രയോഗം എന്ന് പറയുന്നത് അവിടെ ഒതുങ്ങി നിൽക്കുന്നില്ല. തൃശൂർ പൂരത്തിനടക്കം സംഘപരിവാറിന് വേണ്ടി ഒരു ഉപകരണമായി ഈ സർക്കാർ പ്രവർത്തിച്ചു എന്ന ആരോപണം ഉന്നയിച്ചത് ഞങ്ങൾ ആരുമല്ല. അതുമായി ബന്ധപ്പെട്ട ആളുകൾ, VS സുനിൽകുമാർ എന്ന് പറയുന്ന മുൻ മന്ത്രിയായിരുന്നു, CPIയുടെ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും പബ്ലിക് ഡൊമൈനിലുണ്ട്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ ക്രൈം റേറ്റ് വർദ്ധിപ്പിക്കാൻ, ഇവിടെ കൂടുതൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാൻ സംഘടിതമായി ഇവിടുത്തെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ് പ്രവർത്തിച്ചു എന്നതിനെ കുറിച്ച് നിരവധിയായ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആ ആക്ഷേപങ്ങൾ കഴിഞ്ഞ 9 വർഷമായി അന്തരീക്ഷത്തിലുണ്ട്. പ്രതിപക്ഷം എന്ന രീതിയിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ ഭരണകക്ഷി MLAക്ക് തന്നെ ആ ആരോപണം ഉന്നയിക്കേണ്ടി വന്നു. അദ്ദേഹം ഭരണമുന്നണിയുടെ ഭാഗമായി ഉന്നയിക്കുകയും പക്ഷെ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരികയും ചെയ്തു. ഞങ്ങൾ വളരെ കൃത്യമായി, ഞങ്ങളിത് ഏതെങ്കിലും വ്യക്തി ഉന്നയിച്ച ആരോപണമല്ല, ഒരു മുന്നണി എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിരന്തരമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതാണ് ഞാനും ചോദിക്കുന്നത്. ശ്രീ വി ആർ അനൂപ്, ആ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന വിഷയമായി ഉന്നയിക്കുന്ന ഒരു കാര്യം ആദ്യം പറഞ്ഞുകൊണ്ട് MLA സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തേക്കിറങ്ങി വരുന്ന ഒരു വ്യക്തി, അദ്ദേഹമാണല്ലോ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ 9 വർഷമായി. അങ്ങനെ ഒരു വ്യക്തിയെ കൂടെ കൂട്ടുക എന്ന് പറയുമ്പോൾ അതിന്റെ നേട്ടം ആർക്കുണ്ടാകുമായിരുന്നു? നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളാണ് സംഭവം. ഇവിടെ സ്വരാജ് സംഭവമാണെന്ന് പറയുന്ന കുറെ ആളുകളെ കണ്ടു. ഞങ്ങൾ അതിനെ വകവെക്കുന്നില്ലെന്നേ. ഇവിടെ സ്വരാജിനെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പാലസ്തീനെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു. പാലസ്തീനെ കുറിച്ച് പറയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് സ്വരാജാണോ? ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് പാലസ്തീൻ വിരുദ്ധ റാലി നടത്തിയിട്ടുള്ള ആളാ. പാലസ്തീനെ കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ? ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ശവ സംസ്കാര ശുശ്രൂഷ വേളയിൽ അതിവൈകാരികമായി കോൺഗ്രസിന് പാലസ്തീൻ വിഷയത്തെ കുറിച്ചൊന്നും ആരും പഠിപ്പിക്കണ്ട. കോൺഗ്രസ് കേരളത്തിൽ റാലി നടത്തിയിട്ടില്ലേ? അപ്പോൾ ഇവിടെ പാലസ്തീൻ വിഷയത്തിൽ സ്വരാജ് പ്രതികരിച്ചെങ്കിൽ നല്ലത്. പക്ഷേ അതിന്റെ പേരിൽ ഞങ്ങളോട് പാലസ്തീൻ സമീപനത്തെ കുറിച്ചൊന്നും ആരും സ്റ്റഡി ക്ലാസ് നടത്തണ്ട. ഞങ്ങൾ കൃത്യമായി പാലസ്തീൻ അനുകൂല സമീപനം ഗാന്ധിജിയുടെ കാലം, ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ല താങ്കൾ മറുപടി പറയുന്നത്. തലമുറകളായി എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് അല്ല. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്തുകൊണ്ടാണ് മറുപടി പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പിണറായി വിജയനെതിരെയും ഈ സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമാണ് നിങ്ങൾ വോട്ടാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് ആദ്യം രംഗത്തേക്ക് ഇറങ്ങിയ ഒരാൾ, ആ ആളെ കൂടെ കൂട്ടുമായിരുന്നു നിങ്ങൾ എങ്കിൽ ആ നേട്ടം ആർക്കുണ്ടാകുമായിരുന്നു? ഇപ്പോൾ അത് സ്പ്ലിറ്റായി പോവുകയല്ലേ ആ വോട്ടുകൾ എന്നതാണ് ഞാൻ ചോദിച്ചത്. വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാകുന്ന നേട്ടത്തിൽ ഒരു സംശയമില്ലാന്നേ.
ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തികളല്ല സംഭവം, ജനങ്ങളാണ് സംഭവം. ജനങ്ങളെ വിശ്വസിച്ചുകൊണ്ട്, ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനകത്ത് നിങ്ങൾ വോട്ട് ഞങ്ങൾക്ക് ഇനിയും കൂടുന്നേ. നിങ്ങൾക്ക് വോട്ടെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ജനങ്ങളുടെ വിശ്വാസ്യത. ജനങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് അവർ കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ്. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറത്ത്, ഫാൻസ് അസോസിയേഷനുകൾക്കപ്പുറത്ത് രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്ന ആളുകളാ. അവർക്കറിയാം LDFനെ, പിണറായി വിജയൻ നയിക്കുന്ന സംഘപരിവാർ അനുകൂല സർക്കാരിനെ തോൽപ്പിക്കാൻ കഴിയുന്ന മുന്നണി രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക്, നിലമ്പൂരിലെ ജനങ്ങൾക്ക് സംശയമില്ല. അത് ബോധ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ നിലമ്പൂരിലുള്ള ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക്, നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഇവിടെ സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഐക്കണായി അവതരിപ്പിക്കുകയും അതേസമയം മലപ്പുറം ജില്ലയിലും തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന സംഘപരിവാർ അനുകൂല പ്രവർത്തനങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യം, അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ്. കഴിഞ്ഞൊരു ചാനൽ, നിങ്ങളുടെ ചാനലല്ല, അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുക, എന്നിട്ട് പറയുക അദ്ദേഹം വലിയ വായനാ മുറിയുള്ള ആളാണ്, അദ്ദേഹത്തിന്റെ മുറിയിൽ വലിയ പുസ്തകങ്ങളുണ്ട്. അതൊക്കെയാണ് ഇവിടെ ചർച്ച. മാധ്യമ പ്രവർത്തകരടക്കം ഗാലറിയിൽ ഇരുന്ന് സ്വരാജിന് വേണ്ടി ചാടി കൈയടിച്ചുകൊണ്ടിരിക്കുക. എന്താ സ്വരാജിന്റെ എത്ര വലിയ പ്രത്യേകത? സ്വരാജ് പുസ്തകം വായിക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ജനമാണ് ഇവിടെ വിധി എഴുതാൻ പോകുന്നത് എന്നുള്ളതാണ്. അതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങൾ തന്നെയാകും. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉന്നയിക്കുന്ന ഒരാൾ മറുവശത്ത് നിന്നുകൊണ്ട് ഒരു പോരാട്ടം നയിക്കുമ്പോൾ അദ്ദേഹത്തെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ നേട്ടം ആർക്കുണ്ടാകുമായിരുന്നു? ഇപ്പോൾ കൂടെ കൂട്ടാതെ പോകുമ്പോൾ അതിന് കോട്ടം നിങ്ങൾക്ക് സംഭവിക്കുമോ എന്ന ചോദ്യമാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഞാനൊരു ഇടവേള എടുക്കുന്നു, ചെറിയൊരു ഇടവേളയാണ്. അതിനുശേഷം സുധിയിലേക്ക് ഞാൻ എത്തും. തിരികെ ന്യൂസ് ഈവനിംഗ് ചർച്ചയിലേക്ക് ഞാൻ സുധി ഉപ്പടയിലേക്ക് പോവുകയാണ്, BJP പ്രതിനിധി. ശ്രീ സുധി, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കോൺഗ്രസിൻ്റെതാണെങ്കിലും CPIM-ൻ്റെയും ഒക്കെ മുതിർന്ന നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു ഇത് LDFും UDFും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന്. ഇന്ന് പ്രതിപക്ഷ നേതാവ് അത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞുകൊണ്ട് നമ്മളോട് വ്യക്തമാക്കിയത് BJPക്ക് പോലും ഇവിടെ ഒരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ്. അതായത് ഈ പോരാട്ടം, രണ്ട് മുന്നണികൾ LDFും UDFും തമ്മിലുള്ള പോരാട്ടം, അവിടെ BJPക്ക് ഒരു പ്രസക്തിയുമില്ല. ഇതാണ് പ്രസക്തി ഇല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് തുടക്കത്തിൽ എത്തിയത്. എന്നാൽ പിന്നീട് അതിൽ നിന്നൊക്കെ മാറി അപ്രതീക്ഷിതമായി ഒരു സ്ഥാനാർത്ഥിയെയും കൊണ്ട് രംഗത്തേക്ക് വരികയും ചെയ്തു. ഇത് LDFും UDFും തമ്മിലുള്ള പോരാട്ടമെന്നല്ല പറയേണ്ടത്. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ഷനല്ല, ഇലക്ഷൻ്റെ പ്രചരണമല്ല, അവർ തമ്മിലുള്ള ചക്കളത്തിപ്പോരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, ഈ തിരഞ്ഞെടുപ്പ് അനാവശ്യമായി ഉണ്ടായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. അതിൻ്റെ ഉത്തരവാദികളാരാണ്? ഈ കൃത്യമായി പറഞ്ഞ LDF തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. അതോടൊപ്പം കൂട്ടുചേർന്നുകൊണ്ട് ആ ഒരു തിരഞ്ഞെടുപ്പ് സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുത്തത് കോൺഗ്രസുമാണ്. അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഈ മലയോര മേഖലയിലെ 80% വരുന്ന ആളുകളും കാർഷിക മേഖലയെ ആശ്രയിച്ചുകൊണ്ട് കഴിയുന്ന ആളുകളാണ്. അവർക്ക് മേൽ രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ഈ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അന്നന്നത്തെ അപ്പം തേടുവാൻ വേണ്ടി അന്യൻ്റെ പുരയിടങ്ങളിലും പണിയിടങ്ങളിലും ഒക്കെ പണിക്ക് പോകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളോ അതിൻ്റെ സ്ഥാനാർത്ഥികളോ മാത്രമല്ല, ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇവർ തമ്മിൽ സ്ഥാനാർത്ഥികളെക്കുറിച്ച് പറയുക എന്നുള്ളതല്ലാതെ ആരാണ് വലിയവൻ എന്ന് മാത്രമാണ് പറയുന്നത്. ആരാണ് ഏറ്റവും കൂടുതൽ ജനോപകാരപ്രദമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്? ആരാണ് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ളത്? ആരാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക്, 10 ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകാനുള്ള ഒരു സംരംഭം ഉണ്ടാക്കിയിട്ടുള്ളത്? 10 വർഷക്കാലം, 9 വർഷമായിട്ട് LDF അല്ലേ കേരളം ഭരിക്കുന്നത്? LDF തന്നെയല്ലേ ഈ നിലമ്പൂർ ഭരിച്ചിട്ടുള്ളത്? ഈ 9 വർഷത്തിൻ്റെ ഇടയ്ക്ക് 10 ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭം കൊണ്ടുവരാൻ ഇവർക്കായോ? ഈ നിലമ്പൂരിനെ എങ്ങനെയാണ് ലോകത്ത് അറിയപ്പെടുന്നത്? നിലമ്പൂർ തേക്കിൻ്റെ നാടാണ്. ഈ നിലമ്പൂർ തേക്കിൻ്റെ, നമ്മൾ നിലമ്പൂർ വടപുറം പാലം ഇങ്ങ് കഴിയുമ്പോൾ തന്നെ ഒരു ബോർഡുണ്ട്. അത് നിലമ്പൂർ വുഡ് കോംപ്ലക്സിൻ്റെതാണ്. തകർന്ന് തരിപ്പണമായി നാമാവശേഷമായിട്ടുള്ള ഒരു പ്രേതാലയം പോലെ കിടക്കുകയാണ്.
അക്കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഈ ലോകത്തേക്ക് എത്തുന്ന വലിയൊരു ഉൽപ്പന്നമായിട്ടുള്ള നിലമ്പൂർ തേക്ക്, റോൾസ് റോയ്സ് കാർ വരെ ഉപയോഗിക്കുന്ന, ഈ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന, വലിയ കപ്പലുകളിൽ ഉപയോഗിക്കുന്ന മരത്തടിയായിട്ടുള്ള നിലമ്പൂർ തേക്കിനെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കാൻ ഇവരെന്താണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്താണ്? സ്ഥാനാർത്ഥി ആര് എന്നുള്ളതാണോ ഇവിടുത്തെ പ്രശ്നം? ഈ നാട്ടിലെ മലയോര മേഖലയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി 4 പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ പ്രദേശത്തു നിന്ന് കൊല്ലപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, മണി എന്ന് പറയുന്ന ഗോത്രവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അതുപോലെ തന്നെ സരോജിനി ചേച്ചി എന്ന് പറഞ്ഞ മൂത്തേടം പഞ്ചായത്ത്, മണി കരുളായി പഞ്ചായത്തിലാണെങ്കിൽ ഈ മൂത്തേടം പഞ്ചായത്തിൽ നിന്നും സരോജിനി ചേച്ചി എന്ന് പറയുന്ന ആൾ ഉച്ചക്കുളം കോളനിയിൽ വെച്ച്, അതുപോലെ തന്നെ പോത്തുകല്ല് പഞ്ചായത്തിലെ ചെമ്പൻകൊല്ലിയിലെ ജോസേട്ടൻ എന്ന് പറയുന്ന ഒരാൾ, മുണ്ടേരിയിലൊരു സ്ത്രീയെ ഇതുപോലെ ആന ചവിട്ടി കൊലപ്പെടുത്തുകയുണ്ടായി. എത്രയെത്ര അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെടുന്ന എത്രയെത്ര പ്രശ്നങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. 2019 പ്രളയം വന്നിട്ട് ഇരുട്ടുകുത്തി എന്ന് പറയുന്ന ഒരു കോളനിയുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ മാത്രം താമസിക്കുന്ന ഇരുട്ടുകുത്തി, വാണിയമ്പുഴ, അതുപോലെ തന്നെ തരിപ്പപ്പൊട്ടി എന്നൊക്കെ പറയുന്ന പ്രദേശമുണ്ട്. കുമ്പളപ്പാറ എന്നൊക്കെ പറയുന്ന പ്രദേശത്ത് എത്ര 100 കണക്കിന് വീടുകളാണ് ആ പ്രളയത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പൂർണ്ണമായും നശിച്ചിട്ടുള്ള 19-ലേറെ വീടുകളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 6 വർഷമായില്ലേ ആ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ടാർപ്പായ കെട്ടി കാട്ടാനയെയും പുലിയെയും പേടിച്ചുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ ടെൻ്റ് അടിച്ച് ജീവിക്കുക. ഞാനും നിങ്ങളുമൊക്കെ ഈ താമസിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളുമായി നിൽക്കുമ്പോൾ നമ്മളുടെ തൊട്ടടുത്ത പ്രദേശത്ത് ഇത്തരത്തിലൊരു വിഭാഗം താമസിക്കുന്നു. ആരാണ് അതിന് ഉത്തരവാദി? അത് പറഞ്ഞു തീർന്നിട്ടില്ല. അടിസ്ഥാന പ്രശ്നങ്ങളല്ലേ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്, വികസനങ്ങളല്ലേ ചർച്ച ചെയ്യേണ്ടത്. അവിടെ ഈ പറയുന്ന ഇരുട്ടുകുത്തിയിലേക്കുള്ള ഒരു പാലം നഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ഈ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടുന്ന ഒരിടമാണ് എന്നുണ്ടെങ്കിൽ, അത്ര ഗുരുതരമായൊരു വിഷയം അല്ലെങ്കിൽ പല വിഷയങ്ങൾ നേരിടുന്ന മണ്ഡലമാണ് നിലമ്പൂർ എന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഇതിൽ ഒരു മത്സരം വേണ്ട, നമ്മൾ മത്സരിക്കാനില്ല, ഈ പ്രശ്നങ്ങളൊക്കെ പറയാനുള്ളൊരു വേദി കൂടിയല്ലേ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്? സുധി, മത്സരം വേണ്ട എന്ന് പറഞ്ഞത് ആലങ്കാരികമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഇങ്ങനെ ഒരു വർഷത്തിൽ 1, 2, 3 തിരഞ്ഞെടുപ്പുകളിലേക്ക് ഇങ്ങനെ സാധാരണക്കാരെ തള്ളിവിടുമ്പോൾ അതിനെതിരെ വാക്കുകൊണ്ടെങ്കിലും പ്രതികരിക്കണ്ടേ? അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ അത് പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത് ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ള ആലങ്കാരികമായി അദ്ദേഹം പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? അതുകൊണ്ട് തന്നെയല്ലേ ഈ തിരഞ്ഞെടുപ്പ് ഏറ്റവും ശക്തമായി ചർച്ച ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കിൽ മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പിന് ഇത്രയും പ്രാധാന്യം കിട്ടിയിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. മലയോര മേഖലയിലെ മലയോര കർഷകരുടെ ആളായിട്ടുള്ള, മലയോര കർഷകരുടെ ശബ്ദമായിട്ടുള്ള, മണ്ണിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ നേതാവായിട്ടുള്ള ശ്രീ മോഹൻ ജോർജ്. അതായത് നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ അത്തരത്തിലേക്ക് ഒരു കൃത്യമായ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് കണ്ടെത്തേണ്ടി വന്നത്, പിക്ക് ചെയ്യേണ്ടി വന്നത്, പ്രഖ്യാപിച്ചതിന് ശേഷം അംഗത്വം നൽകേണ്ടി വന്നത്? ഭാരതീയ ജനതാ പാർട്ടി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയല്ലേ ഭാരതീയ ജനതാ പാർട്ടി? ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതൽ അംഗത്വമുള്ള പാർട്ടിയല്ലേ ഈ പാർട്ടി? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ MP-മാർ, MLA-മാർ, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി, ഏറ്റവും കൂടുതൽ പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ, MP-മാരും MLA-മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ. കൃത്യമായി തന്നെ പറയാം, ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഞങ്ങൾക്കൊരു അജണ്ട ഉണ്ടായിരുന്നു. ആരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത്? സംസ്ഥാന നേതൃത്വം കൃത്യമായി തന്നെ അത് അർത്ഥശങ്കക്കിടയില്ലാതെ. കോൺഗ്രസിലെ പോലെ എന്തെങ്കിലും കലാപമുണ്ടായോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പോലെ എത്രയോ കാലം തെരഞ്ഞു നടന്നിട്ട് 1, 2, 3 എന്ന സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഞാൻ പറഞ്ഞുതരാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിങ്ങൾ തന്നെ ചാനൽ മാധ്യമങ്ങൾ പറഞ്ഞല്ലോ, 4 ആളുകൾ, എത്ര ആളുകളുടെ പേരുകൾ നിങ്ങൾ എത്രയോ ദിവസം ചർച്ച ചെയ്തു. അതിലൊരാളാണ് സ്ഥാനാർത്ഥിയായത്. പക്ഷേ BJP-യെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്തോ? BJP കൃത്യമാണ്, BJP-യുടെ സ്ഥാനാർത്ഥി. BJP-യെ കുറിച്ച് ചർച്ച ചെയ്യാൻ മത്സരം വേണ്ട എന്ന് ആദ്യം സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ്, ഞങ്ങൾ മത്സരിക്കാനില്ല എന്ന് പറയുന്നു. പിന്നീട് അത് BDJS-ലേക്ക് പോകുന്നു. BDJS കുറിച്ച് കൂടിയാലോചനകൾ നടത്തുന്നു. ഞങ്ങൾ ജയിക്കില്ല എന്ന് പറയുന്നത് BDJS-ന്റെ നേതാവ് തന്നെയാണ്, മുതിർന്ന നേതാവ് തുഷാർ വെള്ളാപ്പള്ളി തന്നെ പറയുകയാണ്, മത്സരിച്ചാലും ഞങ്ങൾ ജയിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ ദേശീയ നേതൃത്വം ഇടപെട്ടാണല്ലോ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത്. ജയിക്കുകയും ജയിപ്പിക്കുകയും ചെയ്യുന്നത് പൊതുജനമല്ലേ? ശരി. തൃശ്ശൂരിൽ നിങ്ങളും അതുപോലെ തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ എന്താ പറഞ്ഞിരുന്നത്? ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ
വിപ്ലവദേവിന്റെ ത്രിപുര ഞങ്ങൾ ശരി, ഭരിക്കുമെന്ന് ശരി. ആരെങ്കിലും നമുക്ക് സ്വപ്നത്തിലെങ്കിലും സമയക്കുറവുണ്ട്. കരുതിയിരുന്നോ? ഞാൻ താങ്കളിലേക്ക് എത്താം. അപ്പോൾ ശ്രീ സജി മഞ്ഞക്കടമ്പിൽ ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയോടൊപ്പം പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് അഴിമതി നിറഞ്ഞിട്ടുള്ള ഈ ഇരു മുന്നണികളെയും തമസ്കരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച ശരി, സജി മഞ്ഞക്കടമ്പിൽ, ഇപ്പോൾ ഈ വികസനം എന്നുള്ളത് ഒരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിന് മറുപടി നൽകേണ്ടതുണ്ട്. കഴിഞ്ഞ ഈ 9 വർഷം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLA എന്നുള്ള നിലയിൽ അതിനൊരു മറുപടി നൽകേണ്ടതുണ്ട് PV അൻവറിന് എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? അത് ഏത് തരത്തിലേക്ക് ബാധിക്കും? ദോഷകരമായി ബാധിക്കുമോ? ഇവിടെ വികസനം ചർച്ചയാവണം. കഴിഞ്ഞ 9 വർഷക്കാലം അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ നിയോജക മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും ഓടി നടന്ന് അവിടുത്തെ ജനത്തിൻ്റെ എല്ലാ വിഷയങ്ങളും ഏറ്റെടുക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ സ്വന്തം പോക്കറ്റിലെ പണമെടുത്ത് പല വികസന പ്രവർത്തനങ്ങൾക്ക് പോലും നേതൃത്വം കൊടുത്തയാളാണ് ശ്രീ PV അൻവർ. ഒരു വികസന നായകനാണ് അദ്ദേഹം. കഴിഞ്ഞ 9 വർഷക്കാലം MLA ആയിരുന്ന കാലഘട്ടത്തിൽ നിരവധി ആയ വികസനം, പ്രത്യേകിച്ച് റോഡ് വികസനമൊക്കെ, ഗതാഗതമൊക്കെ ഒരുപാട് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുമുണ്ട്. അവിടെ പ്രധാനമായ വിഷയം അവിടെ എന്താ? വന്യമൃഗ ആക്രമണം തടയാൻ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഗവൺമെൻറ് ഇറങ്ങിയിട്ടില്ല. ജനപ്രതിനിധി നിരന്തരമായി ആവശ്യമുന്നയിച്ചു. ആ ആവശ്യമുന്നയിച്ചിട്ടും ക്രിയാത്മകമായി ഇടപെടാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. വന്യമൃഗ ആക്രമണം ഉണ്ടാകുമ്പോൾ MLAക്ക് അവിടെ പോയി തോക്കെടുത്ത് വന്യമൃഗത്തെ വെടിവെച്ച് ഓടിക്കാൻ അധികാരമില്ലല്ലോ. അതിന് വേണ്ട സർക്കാരിന് അങ്ങനെ ഒരു ഉത്തരവിടാൻ സർക്കാരിന് അധികാരമുണ്ടോ സജി? അല്ല, നിലവിലുള്ള അവിടെ ഇടപെടേണ്ടത് ആരാണ്? വെടിവെന്ന് വെച്ചു കൊല്ലണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, അവിടെ ഇടപെടേണ്ടത് ആരാണ്? അങ്ങനെ ഒരു ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം. ആ, അത് MLA ഇടപെട്ടു. പരിഹാരം ഗവൺമെന്റ് അത് ചെവിക്കൊണ്ടില്ലാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങിയത്. അതിനെതിരെ പ്രതിഷേധിക്കാനാണ് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോഴാണല്ലോ ഇപ്പോൾ ഇവിടെ യു ഡി എഫിന്റെ ചില നേതാക്കന്മാർക്ക് അദ്ദേഹത്തെ നാണം കെടുത്തി, അദ്ദേഹത്തെ അപമാനിച്ച്, അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ചില ആളുകൾ നടത്തിയ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഇവിടെ UDF വാതിലടച്ചത് നന്നായി. PV അൻവറോട് നോമിനേഷൻ കൊടുത്തപ്പോൾ ഇന്നലെ എന്തായിരുന്നു? അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ രംഗത്തേക്ക് ഇറങ്ങി. പാവപ്പെട്ടവരായ ആളുകൾ ശ്രീ PV അൻവറിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ ശ്രീ PV അൻവർ ഒന്നാമതായി ഇവിടെ വിജയിച്ചു കയറും. അതെ, ഇപ്പോൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറയുമ്പോൾ സജി മഞ്ഞക്കടമ്പിൽ എൻ്റെ ഒരു സംശയം, ഇപ്പോൾ പിണറായിസത്തിനെതിരെ എന്ന് പറയുന്നു, കൂടാതെ സതീശനിസം എന്ന് പറയുന്നു, അതിനൊക്കെയുള്ള എതിരെയുള്ള പോരാട്ടം എന്ന് പറയുന്നു, ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിക്കെതിരെയും പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഇത് എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്നതിലൊരു ധാരണയുണ്ടോ? അല്ല, തീർച്ചയായിട്ടും പിണറായിസത്തിനെതിരെയാണ് ഒന്നാമത്തെ പോരാട്ടം. 2, അതിലെല്ലാം ഉപരി ഇവിടെ UDFന്റെ നേതൃത്വത്തിന്റെ അഹങ്കാരത്തിനെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, ശ്രീ PV അൻവറിനെ ഉൾക്കൊള്ളാൻ മറ്റ് നേതാക്കന്മാരെല്ലാം ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആവശ്യപ്പെട്ടിട്ട്, മുസ്ലിം ലീഗ് പോലും ആവശ്യപ്പെട്ടു, എല്ലാ ഘടകകക്ഷികളും ആവശ്യപ്പെട്ടിട്ടും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് PV അൻവർ തുടക്കത്തിൽ ഉന്നയിച്ച കുറേ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് മറ്റു ചില കാര്യങ്ങൾ പറയുകയാണ്. താൻ ഈ അങ്ങാടിയിൽ ടെലിവിഷൻ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ വേണമെങ്കിൽ കാണിക്കുമെന്ന് പറയുന്നു. അവിടെ ഒരു ഭീഷണിയുടെ സ്വരമുണ്ടോ എന്ന് നമുക്ക് തോന്നും. ആ തരത്തിലേക്കൊക്കെ ഒരു ഫോക്കസ് മാറിക്കൊണ്ട് PV അൻവർ മുന്നോട്ട് പോകുന്നത് അത് ഗുണം ചെയ്യുമോ? തീർച്ചയായും ഞാൻ പറയട്ടെ, എന്താ PV അൻവർ പറഞ്ഞത്? ഇവിടെ PV അൻവറുമായി ആലോചിച്ച് അദ്ദേഹത്തെ UDF മുന്നണിയിൽ എടുത്തുമില്ല. മുന്നണിയിലേക്ക് കയറാനൊരു കക്ഷി എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഈ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി അവിടെ വിജയ സാധ്യത ഇല്ലാത്തയാളാണ്, അദ്ദേഹത്തെ മാറ്റി മറ്റൊരാളെ വെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. പറ്റത്തില്ല. അപ്പോൾ PV അൻവർ സ്ഥാനാർത്ഥി അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ PV അൻവറിനെ കുറ്റപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം PV അൻവർ എന്താ പറഞ്ഞത്? ഷൗക്കത്ത് മത്സരിച്ചാൽ ഇവിടെ പിണറായിസത്തെ പരാജയപ്പെടുത്താനാവില്ല. ആ ഷൗക്കത്ത് ഇവിടെ പരാജയപ്പെടും. ഷൗക്കത്തിനെ നിലമ്പൂരിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ശ്രീ PV അൻവർ ഇന്ന് മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ആരും സംശയിക്കേണ്ട. ആരൊക്കെ നമ്മൾ 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ ശ്രീ PV അൻവർ നിലമ്പൂരിന്റെ MLA ആയി മാറും. അതിന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇന്ന് സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരിക സംഘടനകളൊക്കെ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നു. നിരവധി സംഘടനകൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യം പറയേണ്ടതില്ല. ശബരിമല സീസണിൽ ഒരു സംശയമുള്ളത് ഇപ്പോൾ താങ്കൾ പറയുന്നത് PV അൻവർ വിജയിച്ചു വരുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ LDF UDF മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് പറയുന്നത്. M സ്വരാജ് അവിടെ വിജയിച്ചു വരികയാണെങ്കിൽ ഈ പിണറായിസം എന്ന് പറയുന്ന അതിനെതിരെ പോരാട്ടം അതവിടെ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ ഒരു സംഭവം വന്നാൽ എന്താണ്? അദ്ദേഹത്തിന് ഒരു താല്പര്യവുമില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു സീറ്റ് നൽകുന്നതിന് വേണ്ടി തൻ്റെ സീറ്റ് നൽകി
അതായത് അത് വിട്ടുകൊടുത്തു. അങ്ങനെയും പരാജയം. അല്ല, അപ്പോൾ ആ പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ കൂടി ഷൗക്കത്ത് PV അൻവർ മാനസികമായി തയ്യാറായിരിക്കുമല്ലോ അല്ലേ, വേണ്ടി വന്നാൽ? അല്ല, തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്തോടെ വിജയിക്കുന്ന വിഷയമില്ല. ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടെ LDF ഉം UDF ഉം അവർ 2-3 സ്ഥാനത്തിന് വേണ്ടിയുള്ള സ്വരാജ് വിജയിച്ചാൽ പിണറായി സത്തിനെതിരായ പോരാട്ടം അവിടെ പാളിപ്പോയി വരും. അത് യാതൊരു തീർച്ചയായിട്ടും പിണറായി സത്തിനെതിരെ ശ്രീ PV അൻവറിന്റെ പോരാട്ടം വിജയിക്കും. PV അൻവർ വിജയിച്ചാൽ പിണറായി പരാജയപ്പെടും. അതോടൊപ്പം തന്നെ UDF-ന്റെ അഹങ്കാരവും കൂടെ പരാജയപ്പെടും, യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ LDF-നെ എന്ന് ഇറങ്ങി വന്ന് UDF-നെ വിജയിപ്പിക്കാൻ ഇറങ്ങി വന്ന ആളിനെ അപമാനിച്ചു. ശ്രീ PV അൻവറിനെ ഇല്ലാതാക്കാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിച്ചതിനുള്ള തിരിച്ചടി ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ LDF-നും UDF-നും നിലമ്പൂരിലെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ നൽകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതാണ് ശുഭാപ്തി വിശ്വാസം. ഞാനൊരു ഇടവേള കൂടി എടുക്കുന്നു, വേഗം മടങ്ങിയെത്താം. തിരികെ ന്യൂസ് ഈവനിംഗിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ചെറിയ മറുപടിയാണ് വേണ്ടത്. ശ്രീ M ജയചന്ദ്രൻ, 2016 ഈ PV അൻവറിന് 77,858 വോട്ടുകളാണ് ആകെ നേടിയത്. 2021 ആകുമ്പോഴേക്കും അത് 81,227 വർദ്ധിച്ചു. ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും, അതായത് അത്രയേറെ വോട്ട് വർധന അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇടത് സഹായത്തോടെയാണ്, ഇടത് സ്വതന്ത്രനായൊക്കെയാണ് മത്സരം എന്ന് പറയുമ്പോൾ പോലും PV അൻവർ എന്നൊരു ഫാക്ടറിനെ പൂർണ്ണമായും നിങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? ചുരുങ്ങിയ മറുപടി. PV അൻവർ ഒരു ഫാക്ടർ അല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം സ്വതന്ത്രനായിട്ട് ഇപ്പൊ നിൽക്കുന്നത്. LDF-ലോ UDF-ലോ അദ്ദേഹം ഇല്ല. BJP-യുടെ കാര്യം പറയുകയും വേണ്ട, അവരുടെ കൂടെ പോയിട്ടില്ല, പോകുന്നുമില്ലല്ലോ. പിന്നെ അൻവറിനെ സംബന്ധിച്ച് ഏത് തരത്തിലാണ് പ്രസക്തി എന്നുള്ളത്, അദ്ദേഹത്തിന്റെ പ്രസക്തി അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തുന്നത് ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കാനുള്ളതാണ്. ജനാധിപത്യപരമായിട്ടല്ല, ജനാധിപത്യ വിരുദ്ധമായി എന്തൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഈ നാക്കുകൊണ്ട് അങ്ങേയറ്റം ഭർത്തിക്കാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തെ എങ്ങനെ പൊതുപ്രവർത്തകനായിട്ട് ജനങ്ങൾ ഉൾക്കൊള്ളും എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പുള്ള ഏറ്റവും വലിയ പ്രശ്നം. ജനങ്ങളുടെ മുമ്പ് അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരു ചോദ്യചിഹ്നമാണ്. ആ ചോദ്യചിഹ്നത്തിന് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന ഉത്തരം. PR അനൂപ്, അപ്പോൾ ഈ PV അൻവർ എന്നുള്ള അദ്ദേഹം ഭരണവിരുദ്ധ വികാരത്തെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ തനിക്ക് വ്യക്തിപരമായി നേരിട്ടറിയാവുന്ന കുറെ കാര്യങ്ങൾ കൂടി എടുത്തു പറയുന്നു. അവിടെ ഭരണവിരുദ്ധ വികാരം എന്നുള്ള വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നു. മറ്റൊന്ന്, ഈ മുസ്ലിം വോട്ടുകൾ കുറച്ചേറെ അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ആര്യാടൻ ഷൗക്കത്തിനെതിരെ ചില കാര്യങ്ങൾ പറയുകയാണ്, ഏത് തരത്തിലേക്ക് അദ്ദേഹം ഈ പാണക്കാട് കുടുംബത്തെ അപമാനിച്ചിട്ടുണ്ട്, അങ്ങനെ ഉൾപ്പെടെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെയുള്ള വോട്ട് പിടുത്തം അദ്ദേഹം നടത്തുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ UDF ക്യാമ്പിൽ? ചെറിയ മറുപടി, സമയം കഴിഞ്ഞു. കാര്യം ആവർത്തിച്ച് പറയാം, ഈ തിരഞ്ഞെടുപ്പ് ഫലം കഴിയുമ്പോൾ അത് പിണറായി വിജയന്റെ സംഘപരിവാർ അനുകൂല സർക്കാരിനെതിരെയുള്ള നിലപാടായിരിക്കും എന്ന് മാത്രമല്ല, M സ്വരാജിന്റെ ഇരട്ടത്താപ്പുകൾ കേൾക്കുന്ന ഇരുട്ടടിയായിരിക്കും എന്ന് മാത്രമല്ല, M സ്വരാജിന്റെ വായനാമുറിയും കുളിമുറിയും അടക്കം കാണിക്കുന്ന ഇക്കിളിപ്പെടുത്തുന്ന ജേർണലിസത്തിനും എതിരെയുള്ള മറുപടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. നിലമ്പൂരിലെ ജനങ്ങളിലാണ് ഞങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം ഞങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. ജനങ്ങൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിനപ്പുറത്തുള്ള ഈ പ്രതീതി നിർമ്മാണങ്ങളിൽ ജനങ്ങൾ വീണ് പോവില്ല എന്ന് മാത്രമല്ല, അന്തിമമായ വിജയം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെതായിരിക്കും. അതിലപ്പുറമുള്ള ഈ പറയുന്ന ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ, നരേന്ദ്രമോദി ചെറുപ്പത്തിൽ മുതലയുമായി കളിച്ചു എന്ന് പറയുന്നത് പോലെ ചെറുപ്പം തൊട്ട് വീരസാഹസികനായിരുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയായിരുന്ന സ്വരാജിന്റെ കുറിച്ചുള്ള അപദാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് വീണു പോകില്ല. എന്താണ് M സ്വരാജ്? അദ്ദേഹം പിണറായി വിജയന്റെ ഫാസിസ്റ്റ് അനുകൂല സമീപനങ്ങളിൽ എന്ത് നിലപാടെടുത്തു എന്ന് നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെടുത്തു. ശരി, നന്ദി ശ്രീ അനൂപ്, സജി മഞ്ഞക്കടമ്പിൽ, സുധി ഉപ്പട, M ജയചന്ദ്രൻ ന്യൂസ് ഈവനിംഗിൽ പങ്കെടുത്തതിന്. ഇനി ഹോട്ട് ന്യൂസുമായി പ്രജിൻ സി കണ്ണനും സോന ജെറിയും. നമസ്കാരം.